Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ അടുപ്പിച്ച് വ്ളോഗ്സ് എല്ലാം ചെയ്തിനെ. അപ്പോൾ ഒരു റെസിപ്പി ആവാന്ന് വിചാരിച്ചു. ഇത് ചോക്ലേറ്റ് ട്രഫിളിന്റെ റെസിപ്പിയാണ്. ഞാൻ സെയിൽ ചെയ്യുന്ന ചോക്ലേറ്റ് ട്രഫിളിന്റെ റെസിപ്പിയാണ്. ഇതിൽ നമുക്ക് കസ്റ്റമർ പറയുന്നതിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാനിതൊരു ബേസിക് ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിളാണ് കാണിക്കുന്നത്. അതുപോലെ ഇതിന്റെ പ്രൈസും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കണം തണുക്കാൻ വേണ്ടിയിട്ട്. കാരണം വിപ്പിംഗ് ക്രീമൊക്കെ ചേർക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് തണുപ്പിൽ വേണം ചേർക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 90 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഗനാഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റും ക്രീമും ഒക്കെ എടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇതുപോലെ ഒരു വെയിങ് സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആവും. അപ്പം ഞാൻ അതിൽ വെച്ചിട്ട് വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കണേ. എന്നിട്ട് ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. 1:2 റേഷ്യോയിലാണ് ചെയ്യുന്നത്. 2 പോർഷൻ ചോക്ലേറ്റും 1 പോർഷൻ ക്രീമുമാണ് ചേർക്കുന്നത്. ഏതാണ്ട് ഒരു 45 ml ക്രീമാണ് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്. അത് ഫ്രഷ് ക്രീം ആവാം, കുക്കിംഗ് ക്രീം ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിതൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളത്തേക്ക് നമ്മുടെ ക്രീമും ചോക്ലേറ്റും വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷിലേക്ക് കുറച്ച് വെള്ളമായാൽ തന്നെ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടൂല. ഇങ്ങനെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയ പോലെ നിൽക്കും. അപ്പം ഇങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ മെൽറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വാനില എസൻസും ചേർത്തിട്ടുണ്ട്. മുട്ടൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ മുട്ടയിലേക്ക് വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതിങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ 3 മുട്ടയും പിന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമുക്ക് എടുക്കാൻ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചേർത്താൽ മതി, നല്ല കളർ ഉണ്ടാവും. ഇനിയിപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കപ്പിൻ്റെ 1/4 ഭാഗം വരെ നമുക്ക് മൈദപ്പൊടി വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഇങ്ങനെ സിഫ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഒരു സ്പാച്ചില വെച്ച് മിക്സാക്കി എടുക്കുക. ഇനി നമ്മുടെ കേക്കിൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ്. കുറച്ച് ബേക്കിംഗ് സോഡയിലേക്ക് വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ മിക്സാക്കിയാൽ മതി. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുക. അത് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് അരിച്ചെടുക്കുക. വിനീഗർ ഒഴിച്ച് കൊടുക്കുമ്പം ഇതൊന്നിങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അതൊന്ന് മിക്സാക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് അവസാനമായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കേക്ക് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഒരുപാട് കമൻറ്റ് വന്നു. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന കേക്ക് അവനിൽ വെച്ചിട്ട് തന്നെ ചെയ്യണ്ടേ, സ്റ്റവ് ടോപ്പിൽ വെച്ച് ചെയ്താൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ അടുത്ത് OTG അവനുണ്ട്. ഞാൻ അതിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്ത് നോക്കിയാണ്. പക്ഷേ എനിക്ക് അതും ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഏറ്റവും നന്നായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. അതിനി പണ്ട് മുതലേ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണോ അതോ ഇനി ഞാൻ അവനിൽ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എന്തോ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റവിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബെസ്റ്റാണെന്ന് തോന്നുന്നതാണല്ലോ നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ സ്റ്റവ് ടോപ്പിലുള്ള കേക്ക്സാണ് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ്. അവനിൽ വെച്ചുണ്ടാക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ബാക്കി ഒക്കെ സെയിം ടേസ്റ്റ് തന്നെയാണ്.
ഇനി നമുക്ക് ഈ കേക്ക് ടീൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ഞാൻ ഇതുപോലൊരു കുറച്ച് വലിപ്പമുള്ളൊരു ചെമ്പിലേക്ക് ഒരു കുഞ്ഞു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ആക്കിയിട്ടുള്ള കേക്ക് ടീൻ വെച്ച് അത് മൂടി വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കേക്കിൻ്റെ ഉള്ളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഒരു ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് 2M കോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നുള്ള മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉള്ളിലൊക്കെ ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാറില്ലേ. കാരണം ഡാർക്ക് ആകുമ്പം ചിലർക്കൊന്നും ആ ഒരു കയ്പ്പ് പറ്റൂല. അതുകൊണ്ട് നമ്മളിങ്ങനെ മിൽക്കിൻ്റെ ചോക്ലേറ്റ് തന്നെയാണ് വെച്ച് കൊടുക്കലില്ലേ. ഇങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് ആക്കിയിട്ട് അത് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ട് തണുത്ത് വന്നേനെ. ഇനി അത് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീം കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ യൂസ് ആക്കുന്ന വിപ്പിംഗ് ക്രീം റിറ്റ്സിൻ്റെതാണ്. വിപ്പ് ടോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യൽ. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് കേക്ക് ടിന്ന് റിമൂവ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതിൻ്റെ മുന്നേ നല്ലോണം തണുത്ത് ചൂടൊക്കെ പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പം ബേക്കിംഗ് സോഡൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. അതുപോലെ മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ആക്കിയിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം കുറച്ചൊന്നാക്കി കൊടുക്കുകയാണ്. ഈ പൈപ്പിംഗ് ബാഗിൽ ഞാനൊരു നോസിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം ഈ റോസ് ഫ്ലവർ ഒക്കെ ചെയ്യുന്ന നോസിലില്ലേ, അതാണ് ഇട്ടിട്ടുള്ളത്. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മേലെയായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റാക്കി എടുക്കണം. ഇത് കുറച്ച് കോഫി പൗഡറും പിന്നെ ഇത്തിരി ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുത്തതാണ്. അതാണ് ഈ കളറുള്ളത്. നമ്മുടെ ചോക്ലേറ്റ് കേക്കിൽക്കൊക്കെ കോഫീൻ്റെ ഒരു ഇത്തിരി ഫ്ലേവർ ഉണ്ടാവുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ താഴത്തെ ലെയർ അധികം അങ്ങോട്ട് വെറ്റാക്കാൻ നിൽക്കണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിലപ്പം മേലത്തെ ലെയറിലൊക്കെ ഷുഗർ സിറപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് ഒലിച്ച് വരും. അതുകൊണ്ട് താഴത്തെ ലെയർ കുറച്ച് മാത്രം വെറ്റാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ലെയർ ക്രീം ആക്കി കൊടുക്കാം. ഒരു സ്പാച്ചില വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റാക്കുക. പിന്നെ ക്രീമിൻ്റെ ഒരു ലെയർ ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ അവസാനത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം അതും സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. കേക്കിൻ്റെ മേലെ നമുക്ക് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ കഴിയുന്ന അത്രയും വൃത്തിയിൽ സൈഡും മേലെയൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഗനാഷ് റെഡിയാക്കാം. ഗനാഷ് ഒരു നേരെ ചൂടോടെ വേണം ഒഴിക്കാൻ. വലിയ ചൂടാവാൻ പാടില്ല. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്രീം എല്ലാം കൂടെ അങ്ങോട്ട് ഒലിച്ചു പോരും. ഒരു നേരെ ചൂട് മതി, ലൈറ്റ് ചൂടിൽ വേണം ഒഴിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 82 ഗ്രാമോളം മിൽക്ക് ചോക്ലേറ്റ് നല്ലൊരു ക്ലീൻ ബൗളിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ ഹാഫ് കണക്കിന് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 40-41 ml ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഈ ഗനാഷും മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഗനാഷ് ജസ്റ്റ് ഒന്ന് ചൂട് വിടണം. നമ്മളിപ്പോൾ ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ കൈ കുത്താൻ പാകത്തിലുള്ള ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലായിക്കോളും. ഒരു നേരെ ചൂട് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് ഈ ഗനാഷ് നമ്മുടെ കേക്കിൻ്റെ മേലെയായിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഗനാഷ് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കേക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പം താഴത്തേക്കൊക്കെ ഇങ്ങനെ ഡ്രിപ്പിംഗ് പോലെ വന്നോളും. സ്പൂൺ വെച്ചിട്ട് വല്ലാതാക്കി കൊടുക്കണ്ട. സ്പൂൺ വെച്ച് ആക്കുമ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഫിനിഷിങ് പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നല്ല പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക. ഗനാഷ് ആക്കി കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 15 മിനിറ്റോളൊക്കെ വെച്ചാൽ മതി.
അങ്ങനെ ഗനാഷൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിപ്പ് നോസിലിട്ട് കൊടുത്തിന് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് ഷോർട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കാഡ്ബറി ഷോർട്സ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ ഗോൾഡൻ ബോൾസ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ആ പ്ലെയിനായി കിടക്കുന്ന ഭാഗത്ത് കുറച്ച് ഗോൾഡൻ ബോൾസ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട്. ഈ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. അപ്പം നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഈ കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് 800 മുതൽ 900 വരെ വാങ്ങിക്കാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കോസ്റ്റ് എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പ്രൈസ് ഇടുക. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു 850 വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 800 തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേക്ക് എന്തായാലും ഇഷ്ടമാവും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്